അതാ പറയടാ. ചന്ദ്രന്റെ അച്ഛനാന്ന് പറഞ്ഞ ദേവരത്തം വന്നേക്കുന്നത്. ബ്രോ പേരൊന്ന് പറയാ. എന്റെ പേര് സുരേന്ദ്ര ബോസ്. സുരേന്ദ്ര ബോസ്. അച്ഛൻ വന്നിരിക്കുന്നു. നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു ചന്ദ്ര. നീ എവിടെ നിൽക്കുന്നത്? ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞാൻ മുതുകിലുണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരണോ? ഇതെവിടാ അണ്ണൻ? പമ്പാണോ? എസ്പമ്പാണോ? കടല അവിടെ കൊണ്ടുപോ, കടല അവിടെ. ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ കടല കൊണ്ടുവരാം, കടല കൊണ്ടുവരാം. ചന്ദ്ര നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. എടാ ശരിക്കും നിന്റെ അച്ഛൻ വന്നു പോയണ്ണ. എടാ നിനക്ക് സന്തോഷമില്ലേ? ഞാനിതിന് സന്തോഷിക്കണ. പിന്നെ നിന്റെ അച്ഛൻ വന്നതിന് ഞാൻ പടക്കം പൊട്ടിക്കണോ? തന്ത ഇല്ലാത്തതിന്റെ കുറവിലല്ലല്ലോ അണ്ണാ നമ്മള് വളർന്നത്. എടാ അത് ശരിക്കും നിന്റെ അച്ഛനാണെങ്കിലോ? അണ്ണാ നോക്കാം. ചന്ദ്രന്റെ അച്ഛനാണ്, ചന്ദ്രന്റെ അച്ഛൻ. ഹലോ അടുത്ത് ക്ഷയമുണ്ട്. ചന്ദ്രൻ ചത്തേ? അയ്യോ എന്റെ മോൻ എന്തോ പോയി. ചെത്ത് അണ്ണാ വേറെ പ്രശ്നമായി അവിടെ. പോലീസും മിലിറ്ററി ഒക്കെ ഉണ്ട്. ഇതെന്താ സിറ്റി മൊത്തം? സുരേന്ദ്ര കാണുന്നുണ്ടോ? ഇതാണ് ചന്ദ്രന്റെ അണ്ണൻ. ഇതാണ്. ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. എന്തായിരുന്നു പേരെന്തായിരുന്നു? എന്റെ പേര് സുരേന്ദ്ര ബോസ്. സുരേന്ദ്ര ബോസ്. മക്കളെ ചന്ദ്രന്റെ അച്ഛനാണെന്നുള്ളതിൽ എന്താ തെളിവ്? അല്ല ഞാന് ഇവിടെ അന്വേഷിച്ചു, ചോട്ടുവിനോട് അന്വേഷിച്ചു. അപ്പോ ഇതുപോലെ ഒരു അനാഥാലയത്തിലെ കൊച്ചിലെ കൊണ്ട് ഉപേക്ഷിച്ചതാണെന്ന് ഞാൻ അറിഞ്ഞു. അല്ല എന്തിനാണ് അപ്പൊ അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചത്? അത് ഉപേക്ഷിച്ചത് എന്റെ ഒരു അപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് മക്കളെ. എന്നാലും ഇത്രയും വർഷം അവനെ തിരിഞ്ഞു പോലും നോക്കാതെ, അവനൊന്ന് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയാതെ എങ്ങനെ പറ്റി നിങ്ങൾക്ക്? ഞാൻ ഒളിവിലായിരുന്നു, സത്യം പറഞ്ഞാൽ ഒളിവിലായിരുന്നു മക്കളെ. ഞാൻ എന്തിനു ഒളിവിൽ പോയത്? ഞാൻ സത്യം പറഞ്ഞാല് ഒരു മാവോയിസ്റ്റ് ആണ്. അപ്പോ ഞാൻ എപ്പോഴും ഇപ്പൊ ചന്ദ്രന്റെ അച്ഛനെന്ന് കൺഫേം ചെയ്യൊരു വഴിയുണ്ടാണ്. അച്ഛാ പാൻ്റെ നൂര് ആ ചന്ദ്രന്റെ അച്ഛൻ തന്നെയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? സാധനല്ല പിന്നെ എങ്ങനെയാണ് അവനുണ്ടായത്? ചന്ദ്രനെ പോലെ ചെറുതാണ്. വലിപ്പത്തിലല്ല കാര്യം മക്കളെ. അത് ശരിയാച്ച. സപ്പോർട്ട് ചെയ്താണ്. എടാ അതല്ല, സമയത്ത് ഇപ്പൊ ചന്ദ്രനെ കാണാനുള്ള കാരണം ചന്ദ്രന് ഒരുപാട് പൈസയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി ആ വയസ്സാം കാലത്ത് ബാക്കിയുള്ള സമയം ചന്ദ്രന്റെ പൈസക്ക് ജീവിക്കുക. അതായിരുന്നു ഇപ്പൊ അച്ഛൻ ഇവിടെ അറിഞ്ഞില്ലല്ലോ മക്കളെ. ഞാൻ ഇവിടെ എത്തിയപ്പോ അവന്റെ പേരിൽ 4 പെണ്ണ് കേസ് ഉണ്ടെന്നൊക്കെയാണല്ലോ ഞാൻ കേട്ടത്. പെണ്ണ് കേസൊക്കെ പോട്ടെ, ഒന്ന് സോൾവ് ചെയ്യാന്ന് വെച്ച് വന്നതാണ്. കാശുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇത്രയും നാള് അവൻ എത്ര ദിവസം ഗ്യാഗോസ്റ്റിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അയ്യോ അതിൽ അച്ഛനെ കാണിച്ചിരുന്നു. ഞാൻ ഇവിടെ ഓരോരുത്തരുടെ അച്ഛനെ വെച്ച് എത്ര വർഷം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതറിയോ? പള്ളിയിൽ അച്ഛനെ വരെ ലാസ്റ്റ് കാണിച്ചു കൊടുക്കേണ്ട വന്ന അവനൊന്ന് അച്ഛാന്ന് വിളിക്കാൻ ഒരാൾക്ക് വേണ്ടിയിട്ട്. അവന്റെ സ്വന്തം അച്ഛൻ ജീവനോടുണ്ട്. അത് ഞങ്ങൾക്ക് അറിയുമായിരുന്നോ? ഞാൻ ഇവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. ഭാഗ്യവശാലാണ് ഞാൻ ചോട്ടൂരെ ബംഗാളിൽ വെച്ച് കണ്ടെത്തിയത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അവൻ ഇവിടെ ഈ സിറ്റിയിലുണ്ടെന്ന്. എന്റെ കഥ പറഞ്ഞപ്പോഴാണ് ചോട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. എനിക്കൊന്നും പറയാനില്ല അച്ഛൻ്റെ അടുത്ത്. സ്വന്തം മോൻ തന്നെ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കാം. അവനെ കാണാനാണ് ഞാൻ നിനക്ക് തന്ത വന്ന സിറ്റിയില് സുരേന്ദ്ര ബോസ് സൗണ്ട് കാണാം. എന്റെ പേര് സുരേന്ദ്ര ബോസ്. ഇത് ചന്ദ്രബോസ് ആണോ? സുരേന്ദ്രനാ? സുരേന്ദ്ര ബോസ്. എന്റെ പേര് ചന്ദ്രനാ.
മക്കളെ, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചിനെ ഇതേപോലെ ഒരു ഓർഫണേജിൽ കൊണ്ട് ഉപേക്ഷിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു സമയവും ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും നീയാണ് എൻ്റെ മോനെന്ന് എനിക്കൊരു... ഞാൻ എന്നെ കൊണ്ടാക്കിയ സമയത്ത് എൻ്റെ അടുത്ത് സൂര്യച്ചൻ പറഞ്ഞത് അവിടെ ഒരു 10-40 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നു ആ സമയത്തോ? ആ ഒരു സെയിം പീരീഡില്. ഓക്കെ. പക്ഷെ ഇല്ലടാ, എന്റെ തന്തയില്ല, നിന്റെ തന്തയില്ലല്ലോ കണ്ണാപ്പി. ഞാൻ തീരുമാനിച്ചോളാം. തന്തില്ലാത്തവരെ നിയമണ്ടല്ലോ. അറിയില്ലേ? ഹലോ പറയാം മക്കളെ. അല്ലേ, ഇവിടെ സ്വന്തമായിട്ട് തന്തയില്ലാത്തവന്മാരാണ് എന്റെ തന്തയെ കണ്ടുപിടിച്ചെന്ന് പറയണേ. അവന്മാരെ തന്തയെ കണ്ടുപിടിക്കാൻ അവന്മാർക്ക് പോലും ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഞാനും എന്റെ മോനെ ഒന്ന് സംസാരിച്ചോട്ടെ, ബാക്കിയുള്ളവരൊന്ന് മാറും. പ്രൈവസി മാറി സംസാരിച്ചോട്ടെ. ഹലോ, ഇത് ചന്ദ്രന്റെ താന്തേന്നല്ലേ? ഇത് സംസാരിക്കട്ടാ. പറയൂ ചന്ദ്ര. അല്ല, ഞാൻ പറഞ്ഞതല്ല ഇത്. ഓക്കെ, അപ്പൊ ആരാണ് താങ്കളുടെ അടുത്ത് പറഞ്ഞത് ഇത് ഞാനാണെന്ന്? അല്ല, ഞാൻ ഒളിവിലായിരുന്നു. ഞാൻ ഈ ഒളിവിലായിരുന്നു എത്ര നാള്. എന്തിന്? ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് റിബലായിട്ടൊക്കെ നടന്നതായതുകൊണ്ടാണ് എനിക്ക് നിന്നെ അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നത്. പ്ലെയിൻ റിബലാണോ? അല്ല, ഞാൻ മാവോയിസ്റ്റ് ആയിരുന്നതുകൊണ്ട് നാട്ടിൽ വന്ന സമയത്തായിരുന്നു ഞാൻ എൻ്റെ അമ്മയെ കണ്ടത്. ഏത് മില്ലില്? അങ്ങനെയാണ്. ഹലോ, ഏത് മില്ലില്? നാട്ടിൽ വന്ന സമയത്തായിരുന്നു ഞാൻ നിന്റെ അമ്മയെ കണ്ടത്. അങ്ങനെയായിരുന്നു ഞാൻ അവളെ വിവാഹം കഴിച്ചതും ഞങ്ങൾക്ക് നീ ഉണ്ടായത്. പിന്നെ എനിക്ക് ഞാൻ പിന്നെ തിരിച്ചു പോയ സമയത്ത് എൻ്റെ ആൾക്കാർ തന്നെ, നമുക്ക് ഫാമിലി ഒന്നും പാടില്ല, അവരറിയാതെയാണ് ഞാൻ രണ്ടും കൊണ്ട് നടന്നത്. കുറേ നാൾ ഞാനിങ്ങനെ കൊണ്ട് നടന്നു, ആരും അറിയാതെ. പക്ഷെ അവരറിഞ്ഞപ്പോഴത്തേക്കും അവർ വന്ന് നിന്റെ അമ്മയെ... ഞാൻ എങ്ങനെ പറയും മക്കളെ? പറഞ്ഞോ. അങ്ങനെ എനിക്ക് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ തന്നെയാണെന്ന് എത്ര പെർസെന്റേജ് ഉറപ്പുണ്ട് ഞാൻ തന്നെയാണെന്ന്? എനിക്ക് 100% ഉറപ്പുണ്ട് മക്കളെ. അതെങ്ങനെ 100% ഉറപ്പിക്കും? അത് എന്നെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. ആദ്യം ഒന്നും വിശ്വസിക്കില്ല. എന്റെ മൈൻഡ് ഇങ്ങനെ തന്നെയാണ്. അതെല്ലാം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെയാണ് അങ്ങളെ? അതിനെ കുറിച്ച് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷെ രക്തത്തെ തിരിച്ചറിയാന്നാണല്ലോ. എന്റെ രക്തം എന്നിട്ട് തിരിച്ചറിയില്ലല്ലോ. എനിക്കത് തോന്നുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് താമസം എടുക്കുമായിരിക്കും. കാരണം ഞാൻ അത് കണ്ടിട്ടൊന്നും ഇല്ലല്ലോ ഇത്ര നാളായിട്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടോ. ദേഷ്യം ഉണ്ടാവും, എനിക്കറിയാം. ഞങ്ങളുടെ അനാഥാലയം കത്തിച്ചാണ് ഞങ്ങളുടെ അനാഥാലയത്തിന്. അതെന്തായിരുന്നു ആ കാര്യം? അതിന്റെ ഇടയ്ക്ക് അച്ഛൻ മരിച്ചായിരുന്നു. അപ്പൊ എന്റെ അച്ഛൻ ഇല്ല, ഞാൻ അനാഥാലയത്തിലാക്കിയിട്ട് ഞാൻ പോകുമായിരുന്നു അവിടെ. അപ്പൊ എനിക്ക് ഓർമ്മ വീഴുന്ന കാലം തൊട്ട് ഞാൻ വിളിക്കണാണ് എന്റെ തന്ത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അച്ഛന്റെ കുറവും വരുത്തരുതെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞു വന്നത് ആ അനാഥാലയം കത്തിയിട്ടാണ് ഞങ്ങളവിടെ നിന്ന് മാറുന്നതും അല്ലെങ്കിൽ സൂരജ് മരിക്കുന്നതും. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഡോക്യുമെന്റ്സ് അടക്കം എല്ലാം ആണ് അതിന്റെ കൂടെ കത്തി പോകുന്നത്. ഏത് സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ മക്കളെ ഞാൻ അവിടെ നിന്ന് ആക്കിയ സമയത്ത് ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അമ്മ നഷ്ടപ്പെട്ടതാണ്, എന്റെ അച്ഛന്റെ സ്നേഹം കൊടുക്കണമെന്ന്. അപ്പൊ ആരെങ്കിലും അച്ഛനായിട്ട് നിന്റെ മുന്നിൽ നിന്നതായിരിക്കണം. എനിക്ക് സ്നേഹം തരാൻ അച്ഛന്മാരില്ല, അവിടെ കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ സുരേന്ദ്ര ബോസ് എന്നുള്ള പേരിൽ ഒരാളല്ലേ? അല്ല, സുരേന്ദ്ര ബോസ് എന്നുള്ള ഒരാളേ ഉള്ളൂ. പക്ഷെ അത് ഞാനാണ്. അത് താങ്കളാണെന്ന് എനിക്ക് വിശ്വാസമുണ്ടേ. അതിപ്പോ ഞാൻ എന്ത് ചെയ്യും മക്കളെ? ആർക്കായാലും അത് ദേഷ്യം ഉണ്ടാവും. ദേഷ്യം പിന്നെ അതെ, ഇതിപ്പോ എന്റെ തന്തയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ അപ്പൊ തന്നെ കൊല്ലാന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഞാൻ അതിന് നിന്ന് തരാം മക്കളെ. അല്ല, എനിക്ക് പ്രൂഫ് മതി നിങ്ങൾ എന്റെ തന്തയാണെന്ന്. ഞാൻ പ്രൂഫ് കൊണ്ടുവരാനാണ് മക്കളെ.
ആ സമയത്ത് നിന്റെ അമ്മ നമ്മളെ വിട്ട് പോയി. അതെ അതെ ഇപ്പൊ നമ്മൾ കൊറേ പേര് ഇങ്ങനെ വരുന്നുണ്ട്. അയ്യോ എനിക്ക് കാശും പ്രതാപം ഒന്നും വേണ്ട മക്കളെ. ഞാൻ ഇത്ര നാൾ അങ്ങനെയൊന്നും അല്ല ജീവിച്ചത്. തോന്നണില്ല. ഞാൻ എന്റെ മകന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി മാത്രം അവിടെ എത്തിയത്. അയ്യോ മകന്റെ സ്നേഹം ഇത്രയും നാള് കൊണ്ട് ഒരു അനാഥാലയത്തിൽ ഇട്ടപ്പോഴത്തേക്ക് സ്നേഹം വേണ്ടായിരുന്നാ? എനിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. വയസ്സായി കുഴിയില് കാല് നീട്ടാറായപ്പോഴത്തേക്കും ഈ സ്നേഹത്തെ വേണ്ടിട്ടാണ് വന്നേ. ഇത്രേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഓടി എത്തിയേക്ക് ഒന്ന് ആലോചിച്ച് നോക്കും. എനിക്ക് വരണം തന്നെ ആയിരുന്നു. ഓടി വരണ്ടായിരുന്നു, പതുക്കെ വന്നാൽ മതിയായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ഞാൻ അവിടെ തടവറയിലായിരുന്നു. എനിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ ബംഗാളിൽ വെച്ചാണ് നമ്മളെ ചോട്ടുനെ കണ്ടത്. ഇപ്പൊ എന്റെ കഥകളൊക്കെ കേട്ടപ്പോ ചോട്ടു പറഞ്ഞു ഇതുപോലെ ആള് ഇങ്ങനെ നമ്മുടെ സിറ്റിയിലുണ്ടെന്ന്. അങ്ങനെ ഞാൻ ചോട്ടൂരിലൂടെ വന്നതാണ്. അപ്പൊ കാര്യങ്ങളെല്ലാം കേട്ടപ്പോ എനിക്ക് ഉറപ്പാണ് മക്കളെ നീ എന്റെ മകനാണ്. അല്ല നിങ്ങൾ പറയുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഒരു കണക്ഷൻ ഇല്ലല്ലോ നിങ്ങളെ. കണക്ഷൻ വേണ്ടേ? അതായത് നിങ്ങള് എന്റെ അച്ഛൻ എന്ന് പറയണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഞാനാണ് നിങ്ങളെ മോനെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൂഫ് വേണം. നിങ്ങളെ ഒരുപാട് ചെവി കുറച്ച് പ്രശ്നമാണ്. ഇങ്ങോട്ട് നമ്പറാടാ, ഇങ്ങോട്ട് നമ്പറ. ഫ്രണ്ട്ലി ഇവിടെ സമയം എടുക്കല്ല. അതെ ഒരാളുടെ ഇപ്പൊ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞു പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് വേണം. അല്ലെ പ്രൂഫ് എന്ന് പറഞ്ഞ ആ സമയത്ത് കത്തി നശിച്ച വീട് മാത്രമേ ഉള്ളൂ പ്രൂഫായിട്ട്. ഞാനിപ്പോ എന്ത് ചെയ്യും? കത്തി നശിച്ച വീടൊന്നും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് എനിക്ക് വേറെ വഴിയില്ലാതായി പോയി. ചോട്ടു ഓക്കെ എന്താ കേട്ടില്ല? എനിക്ക് പ്രൂഫായിട്ട് അത് മാത്രമേ ഉള്ളൂ. എന്ത് സമയത്ത് ഡോക്യുമെന്റ് ഒന്നും ഇല്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ല. എനിക്ക് അതൊന്നും കൊണ്ട് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ശരി കണക്ഷൻ ഇല്ല നിങ്ങൾ ഈ പറയുന്ന സ്റ്റോറി ആയിട്ട്. എന്നെ എത്രാമത്തെ വയസ്സിലാണ് ഉപേക്ഷിച്ചത്? ഞാൻ 5ാമത്തെ വയസ്സിൽ. 5ാമത്തെ വയസ്സിൽ? എന്റെ 5ാമത്തെ വയസ്സിലാ? അതെ അതെ. ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് എന്നെ എന്റെ സൂരജ് അച്ഛന് കിട്ടിയത്. സൂരജ് അച്ഛനൊന്നും ഒരു അച്ഛനില്ല മക്കളെ. എന്നെ അങ്ങനെ വളർത്തിയത്, അങ്ങനെയാണ് എന്റെ തന്തയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൂരജ് അച്ഛനൊന്നും ഒരു അച്ഛനില്ല. അച്ഛന്റെ പേര് സുരേന്ദ്രൻ ബോസ്. സുരേന്ദ്രൻ അല്ല, നിങ്ങൾ പറഞ്ഞ പോരല്ലോ. ഒരു കാലത്ത് മാവോയിസ്റ്റുകളുടെ തലവനായിരുന്നു സുരേന്ദ്രൻ ബോസ്. പക്ഷെ എനിക്ക് കുടുംബം കുട്ടികളൊന്നും എന്റെ പ്രസ്ഥാനവും ഇതും തമ്മിൽ വരാതായപ്പോ എനിക്കൊരു നിമിഷത്തിൽ എനിക്ക് ഇതിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ആണല്ലേ? അപ്പൊ ഇനി അങ്ങനെ ജീവിച്ചാൽ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് മക്കളെ. എനിക്ക് ഇതിന്റെ ഒന്നും വേണ്ട. എനിക്ക് ഞാൻ നിങ്ങൾ എന്നിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പോണം. അത് പോയതാ. കളഞ്ഞില്ല. ഞാൻ സ്റ്റിൽ പറയാണ്, നിങ്ങളൊരു മോനെ, നിങ്ങൾ ഏതൊരു മോനെ കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. ആ മോൻ ഞാൻ എന്റെ അച്ഛനാണെന്ന് ഇപ്പൊ വിശ്വസിക്കുന്നില്ല. സ്റ്റിൽ ഞാൻ പറയുവാണ്, നിങ്ങളൊരു മോനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോനെ നിങ്ങൾ കളഞ്ഞു. അത് നിങ്ങളുടെ ലൈഫിലെടുത്ത തീരുമാനം. ആ തീരുമാനത്തിൽ തന്നെ നിങ്ങൾക്ക് ഉറച്ചിരിക്കണം, മനസ്സിലല്ലേ? നിങ്ങള് അത് നിങ്ങൾക്ക് നല്ലതോ ചീത്തയോ എന്തോ ആണെങ്കിലും വരാം. നല്ല കാലത്തിൽ കൂടെ ഉണ്ടായില്ലല്ലോ ഡാഡ്. ഇതിപ്പോ ചന്ദ്രന്റെ കൂടെ ഉണ്ടായാണ്. ഞാൻ അവനെ എന്റെ കൂടെ കൊണ്ടുവന്നതിൽ അവന്റെ ജീവനെ തന്നെ ഭീഷണിയായിരുന്നു. നിങ്ങൾക്കൊരു തുണയാൻ വേണ്ടിയില്ലേ നിങ്ങളിപ്പോ നമ്മളെ യൂസ് ചെയ്യല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പറ്റാത്ത പണിക്കൊക്കെ പോണത്? ഈ നിങ്ങളെ ഈ ഭാര്യയെ പിള്ളേരെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ, ഈ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ഭാര്യയും മക്കളെയും പിള്ളേരെ ഒന്നും നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കഴ കഴിക്കാൻ പോയത്? കഴയല്ല, എന്റെയും നിന്റെ അമ്മയുടെയും പരിശുദ്ധമായ പ്രണയത്തിൽ നിന്നുണ്ടായതാണ്. കഴയെന്നൊന്നും പറയല്ലേ മക്കളെ. അല്ലല്ല, പോയിട്ട് പ്രൂഫായിട്ട് വരൂ അങ്കിളെ. അപ്പത്തേക്ക് നമുക്ക് ആലോചിക്കാം. ഞാൻ എന്ത് പ്രൂഫ് കൊണ്ടുവരാനാണ്? എന്ത് പ്രൂഫാണെന്ന് എനിക്കാണോടാ. എന്റെ തന്തയാണെന്നുള്ള പ്രൂഫിന് വന്നാൽ മതി കേട്ടാ.
കറക്റ്റ് ഞാൻ ഏത് ഇപ്പൊ ഞാൻ ഞാൻ പെട്ടെ എന്റെ അടുത്ത് സൂര്യചൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏത് എത്രത്തെ വയസ്സിലാണ് എന്നെ പുള്ളിക്ക് കിട്ടിയതെന്നും ഞാൻ എങ്ങനെയാണ് വളർന്നതെന്നും അല്ലെങ്കിൽ എന്നെ ആരാണ് ഉപേക്ഷിച്ചതെന്നും അല്ലെങ്കിൽ അവരുടെ ഒരു ഏകദേശ രൂപവും ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ കേട്ടില്ല? എടാ നില്ലടാ സംസാരിക്കും. സുരേച്ചൻ എന്ന് പറഞ്ഞതിന്റെ മുമ്പിൽ ആരോ അതിനെ പറ്റിച്ചതാണ്. ആരാ? സുരേച്ചൻ എന്ന് പറഞ്ഞ നിന്റെ മുമ്പിൽ ആരോ അതിനെ പറ്റിച്ചതാണ്. സുരല്ല, സൂരജ്. കൊടുത്ത അച്ഛന്റെ പേര് പോലും അറിയില്ല. സുരാന്ന്. സൂരജ് ആരാന്ന് എനിക്കറിയില്ല മക്കളെ. സൂരജ് ഞാൻ നിന്നെ കൊടുത്തിട്ടില്ല. സൂപ്പർ. അപ്പൊ നിങ്ങക്ക് ആള് മാറിയതാട്ടോ. അപ്പൊ ഉറപ്പായിട്ട് ആള് പറയുന്നതാണ്. ചോട്ടോ ഓരോ തന്തമാരെ കൊണ്ടുവരില്ലേ കേട്ടല്ല? കൊണ്ടുവരണ്ട. ഇങ്ങനെ കേട്ടാ. ഇതെന്റെ തന്തയല്ല. പ്രായത്തിലെ ബഹുമാനിച്ചാണ് ഞാൻ ഇത്ര നേരം മാന്യമായിട്ട് സംസാരിച്ചത്. ഡാഡിയാന്ന് പറഞ്ഞു വന്നാണ് അണ്ണൻ. ഞാൻ ഓൾറെഡി ചന്ദ്രന്റെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാൻ പറഞ്ഞായിരുന്നു. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അല്ല ഡാഡിയില്ല. അല്ല വാസന ഞാനേ നമുക്ക് അല്ല ഇത് ആർക്കാണ് ഇത് എന്റെ തന്തയാണ് സംശയമുള്ള? ആർക്കാണ് സംശയമുള്ളടേ? അല്ലല്ല ഒരു സെക്കൻഡ് വാസന ആർക്കൊക്കെയാണ് സംശയമുള്ളത് ഒന്ന് പറഞ്ഞേ. എനിക്കൊരു സംശയം. ഇത് അളിയുടെ തന്ത. അല്ല മാമന് തോന്നുന്നുണ്ടോ? സംശയമില്ല. സംശയം ഉണ്ടെങ്കിൽ പറയണം. അല്ല ഈ മാമനൊക്കെ എന്റെ കൂടെ വളർന്നതാണേ. ഈ മാമനൊക്കെ ഈ സൂര്യജനാതലത്തിൽ എന്റെ കൂടെ വളർന്നതാ ഇവരൊക്കെ. പോയി കണ്ണാപ്പി ഇവരൊക്കെ എന്റെ കൂടെ അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാൻ അവിടെ നിന്നെ കൊടുക്കുമ്പോ എനിക്ക് സൂര്യജ ആയിരുന്നു അറിയില്ല മക്കളെ. അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അങ്ങ് പോട്ട്. നിങ്ങക്ക് അങ്ങനെ ഒരു മകൻ ഇല്ല, അവൻ ചത്തു. അങ്ങനെ കൂട്ടിയത് നല്ലതിന് നല്ലതില്ല. എനിക്കൊരു തന്ത ഉണ്ടാവേണ്ടത്. ഇവിടെ കുറച്ചു നേരത്തെ ഒരു കറുപ്പിട്ട് ഒരാൾ നിന്നില്ലേ? അതാണ് തന്ത. മനസ്സിലല്ലേ? അങ്ങനെയാണ് നമ്മളെ ഇത്ര മനസ്സിലായില്ലേ? നമുക്കിനി സന്തോഷിച്ച് ഇനി നമുക്ക് അതിലും വലിയ സന്തോഷം ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് അതിലും വലിയ വെറുതെ എനിക്ക് അതിലും വലിയ നല്ലതും എനിക്ക് വേണ്ട. നല്ലതിന് വേണ്ടിയല്ലടാ ഞാൻ നിന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് വേണ്ട എനിക്ക് എന്ത് വർത്തമാനമാണ് അതൊക്കെ വീടാക്കി വിളിക്കുന്ന. എനിക്ക് അർജന്റ് വേറെ കാര്യം പറയണ. എടാ നിന്റെ ഈ അസ്ഥാനത്തെ തമാശ അടിക്കല്ല, അടിച്ചു ചെപ്പതിരിക്കുന്നേ അവന്റെ. എന്തരുത് ഇതെന്തോ ഇത് അളിയാ? എന്തിര് ഇതിനകത്ത് മറ്റേ ഫോട്ടോ കാണിക്കുമായിരിക്കും. ഗെയിം ഇറങ്ങിയിട്ട് ഇതൊക്കെ കണ്ട് നമ്മള് മാമനൊക്കെ ഒരിടക്ക് കടലിൽ ഈ ആ റൂമിലായിരുന്നു ഫുൾ ടൈം. അതെ ഞാൻ നിങ്ങൾക്കുള്ള ട്രെയിൻ വേണമെങ്കിൽ ബുക്ക് ചെയ്ത് തരാം തിരിച്ചു പോകാം ബംഗാളിലോട്ട്. ഇല്ല ഞാൻ പോകുന്നില്ല. ഞാൻ ചോട്ടിനെ വിളിക്കാം. ചന്ദ്രൻ അച്ഛനുണ്ടെങ്കിൽ എനിക്ക് ചന്ദ്രനാണ് അച്ഛനുള്ളത്. ചന്ദ്രനെ ഇഷ്ടപ്പെട്ടത്. ചോട്ടു എന്തിടാ മറ്റേ മഞ്ഞ ഇട്ട കാട്ടുകുരങ്ങ്. ഹലോ ആ ഓക്കെ ഞാനൊരു 1,00,000 രൂപ തരാം. ഒരു ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിൽ തന്നെ നേരെ ബംഗാളിലോട്ട് വിട്ടോ. എനിക്ക് കാശൊന്നും വേണ്ട മക്കളെ. എനിക്ക് കാശൊന്നും വേണ്ട. കാശൊക്കെ എന്റെ അത്യാവശ്യം ഒരുപാടുണ്ട്. ആയ കാലത്ത് കാശായിട്ട് തന്നെയാണ് വന്നത്. ഞാൻ നിന്റെ കാശുണ്ടെന്ന് പറഞ്ഞിട്ടല്ല, നിന്നെ നോക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വന്നത്. കാശ് അത് നിങ്ങളുടെ മോനെ കിട്ടുമ്പോ നോക്കിയാൽ മതി. ഇതിപ്പോ നിങ്ങള് ഒരിക്കലും നമ്മളെ മകനല്ലാത്ത ആളെ മൊത്തം നോക്കിട്ട് മകനെ എന്ന് വിളിക്കുന്നു അല്ലെ? മകനെ അല്ലെങ്കിൽ മനസ്സിലായി അങ്ങനെ പറയണത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് അവർക്ക് പെട്ടെന്ന് ഇതാവും. 100% നീ എന്റെ മോൻ തന്നെയാണ്. നിങ്ങൾ ഈ 100% നിങ്ങൾക്ക് മര്യാദക്ക് നടക്കാൻ പോലും വയ്യ. നിങ്ങൾക്ക് അതിപ്പോ സംസാരിക്കാൻ പോലും വയ്യ. നിങ്ങൾക്ക് ഓർമ്മക്കുറവ് എന്തെങ്കിലും ഉണ്ടോ? ആ ഈ പ്രായത്തിലെ അൽഷിമേഴ്സ് ഒക്കെ വന്നു തുടങ്ങാനുള്ള പ്രായമായി. വേറെ ചന്ദ്രനായിരിക്കോ? ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഈ സിറ്റിയിൽ 100 ചന്ദ്രനുണ്ട്.
അങ്കിൾ വിഷമിക്കണ്ട, നമുക്ക് നോക്കിയെടുക്കാം, അങ്കിളിന്റെ മാനം നോക്കിയെടുക്കാം. നമുക്ക് നമുക്ക് പിടിക്കാം, നമുക്ക് ആളെ പിടിക്കാം. അല്ലല്ല, ഞാൻ കാര്യം ചോട്ടെ, ഈ ചന്ദ്രബോസ് എനിക്ക് പേരിട്ടത് അതിന് താങ്കളല്ലല്ലോ. സത്യം ഞാൻ തന്നെയാണ് നിനക്ക് പേരിട്ട ചന്ദ്ര. അല്ല 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 നിന്റെ കൊടുത്തപ്പോഴും എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലും അല്ല ചന്ദ്രബോസ്. എന്റെ പേര് ഉണ്ണിക്കുട്ടൻ എന്നായിരുന്നല്ലോ. നിനക്ക് ചേർത്തേക്ക്. അല്ല അല്ല അല്ല, സൂരജാച്ചനാണ് കേട്ടോ, സൂരജാച്ചൻ. എനിക്ക് പേര് ഇതൊക്കെ ആരാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മാംസമാണ്. അതായത് സൂരജ് ഗബ്രിയൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓർഫണേജിലെ ഞങ്ങളുടെ അച്ഛനാണ്. പുള്ളിയാണ് ഞങ്ങളെ എല്ലാരും ആ ഓർഫണേജ് പുള്ളിയാണ് നടത്തുന്നത്. പുള്ളിയാണ് ഞങ്ങളെല്ലാം നോക്കിയത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫാദർ, ഞങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ ഇരിക്കുന്ന മാമന്റെയും എന്റെയൊക്കെ ഫാദർ എന്ന് പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. അപ്പൊ പുള്ളിയാണ് ഞങ്ങൾക്ക് പേരിട്ടത്. ഓർഫണേജിൽ ഞാൻ നിന്നെ കൊണ്ടാക്കിയത് നിനക്കൊരു അച്ഛന്റെ കുറവുണ്ടാകരുതെന്നും പറഞ്ഞ് കുറച്ച് കാശ് ഏൽപ്പിച്ചത് ഞാനാണ്. പക്ഷെ നീ പറയുന്ന കഥകളൊക്കെ നിന്നോട് ആര് പറഞ്ഞെന്ന് എനിക്കറിയില്ല മക്കളെ. ഞാനാണെങ്കിൽ ഒരു സ്വർണ്ണം ഇടുന്ന താറാവല്ലേ, അതുകൊണ്ടല്ലേ എന്റെ അടുത്ത് വേറെ കള്ളം പറഞ്ഞ അങ്ങേരെ എന്നെ വളർത്തിയത്. എത്ര കൊടുത്ത അച്ഛന്? അതൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ ചെയ്തതാണ്. നിങ്ങളുടെ മോനെ എനിക്ക് ഇപ്പൊ മനസ്സിലായിരുന്നു. എടാ, ഇത് ഭരത്ചന്ദ്രന്റെ അച്ഛൻ്റെ നിങ്ങളെ ശരിക്കുള്ള മോൻ വേറെയാണ്. അപ്പം ഹലോ സംസാരിക്കാം. ഹലോ 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 സാറേ. ഓ പറഞ്ഞു സാറേ. സാറിന്റെ തന്ത കിട്ടി. എന്റെ തന്തെ കിട്ടി? സാർ ഓർഫണല്ലേ? ഞാൻ ഓർഫണൊന്നുമല്ല. ഇവിടെ കണ്ണാപ്പി പറഞ്ഞു ഞാൻ ഓർഫണൊന്നുമല്ല. കണ്ണാപ്പി എങ്ങനെ അറിയാം? ഞാൻ ജനിച്ചതിനൊക്കെ ശേഷമാണല്ലോ കണ്ണാപ്പി ജനിച്ചേ. സാറിന്റെ അച്ഛന്റെ പേരെന്താ? എന്റെ അച്ഛന്റെ പേരോ? അതിപ്പോ പറയേണ്ട ആവശ്യമുണ്ടോ അവിടെ? അല്ലല്ല, സാറിനെ അറിയാൻ പറഞ്ഞത്. എനിക്കറിയാം, പറയണ്ടൊക്കെ അറിയാം. സാറേ പേര് പറ സാറേ, കൺഫേം ചെയ്യണം. ഇവിടെ ഒരാള് എന്റെ അച്ഛൻ, ഒരാളിവിടെ ഞാൻ ഈ പേര് പറഞ്ഞിട്ട് വേണം ഇതേ പേര് അവിടെ പറയാൻ അവന്. സാർ അതല്ല 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 സംഭവം അതല്ല. വെയിറ്റ് സാറേ, അതായത് ഇപ്പൊ എന്റെ അച്ഛൻ ഒരാള് വന്നു. അപ്പൊ അത് കൺഫേം ചെയ്ത് എന്റെ അച്ഛനല്ലെന്ന്. അപ്പൊ പിന്നെ അത് ഇവിടെ വേറെ ചന്ദ്രനുള്ളതെന്ന് പറഞ്ഞ സാറാണ്. അപ്പൊ അങ്ങനെ അല്ലല്ല, പുള്ളി ജീവിച്ചില്ല, പുള്ളി മരിച്ചുപോയി. സാറിന് ജനിച്ച് ഓർമ്മയൊക്കെ ഒന്നിനു ശേഷമാണോ മരിച്ചേ? അതെ അതെ, എന്റെ ഫ്രണ്ടിൽ വെച്ചാ നടന്നേ. ഓ അങ്ങനെ. ഓക്കെ. എന്റെ അച്ഛനും അമ്മയും ഒരുമിച്ചാ മരിച്ചേ. അതൊരു അറ്റാക്ക് ആയിരുന്നു ആക്ച്വലി. ഓക്കെ. അതാരാ ആള്? പേരെന്താ പുള്ളിയുടെ? ഈ വന്ന ആളുടെ അച്ഛനെന്ന് പറയുന്ന ആളുടെ പേര് സുരേന്ദ്ര ബോസ്. സുരേന്ദ്ര. എന്നാ പിന്നെ ചന്ദ്രന്റെ ആയിരിക്കണമല്ലോ. അല്ല എന്റെ വഴിയൊന്നുമില്ല. എന്റെ ഒരു വഴിയില്ല. ചന്ദ്ര ഒന്ന് DNA ടെസ്റ്റ് ഒക്കെ നടത്തി നോക്ക് ചന്ദ്ര. DNA എനിക്ക് വിശ്വാസമല്ല സിറ്റിയിലെ. നമ്മുടെ സിറ്റിയിലെ DNA മെഷീൻ പുറത്തുനിന്ന് ആളെ ഇറക്കാം. ചന്ദ്ര എന്തായാലും ഞാൻ മുന്നിട്ടിറന്ന് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്റെ തലയിൽ വരും, എന്റെ അച്ഛനായിട്ട് മാറും. അല്ല സാർ കണ്ടല്ലോ, സാർ പ്രൂഫ് ഉള്ളതുകൊണ്ട് വേറെ വിഷയമല്ല ഇതിപ്പോ. അല്ലല്ല, ചന്ദ്രന്റെ അച്ഛനാണെന്ന്. സാറേ അപ്പൊ ഞാൻ ആളെ അങ്ങോട്ട് സ്റ്റേഷനിലോട്ട് വിടാം. ആളുടെ മോനെ തപ്പി കൊടുക്കണം സാറേ. ഓക്കെ സാറേ. ഓക്കെ. അതെ, ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് നേരെ പോകുമ്പോഴത്തേക്കും ഒരു പീടി ഉണ്ട് അവിടെ. ഹലോ അവിടെ പോകുമ്പോഴത്തേക്കും ഒരു പീടി ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കേസ് രജിസ്റ്റർ ചെയ്തേട്ടാ. മോനെ കിട്ടും എത്രയും പെട്ടെന്ന് ഞാൻ പ്രവർത്തിക്കാം. മോനെ കിട്ടിയെങ്കിൽ വണ്ടിയും വിളിച്ചു കൊടുക്കാൻ. എടാ അങ്ങേര് എന്റെ തന്തയെന്നല്ലോ എന്തെങ്കിലും കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്പോട്ടിൽ കൊന്ന് അപ്പൊ തന്നെ കല്ലറയും വെക്കും. മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് പിന്നെ വരല്ലേ? മക്കളെ ഉപേക്ഷിച്ച് പോയാൽ അതുവഴി അങ്ങ് പോണം, പിന്നെ വരല്ലേ? പിന്നെ മറ്റേ മോൻ പാസം, അമ്മ പാസം, അപ്പ പാസം കാണിക്കാൻ പറ്റൂല ആർക്കും.